ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനപ്പുലരിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ നമ്മളേറെ ദുഃഖിപ്പിക്കുകയും വല്ലാതെ ഭാരപ്പെടുത്തുകയും അതോടൊപ്പം ഒത്തിരിയേറെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള ഏതെങ്കിലും വ്യക്തികൾ അകാലത്തിൽ മരിക്കുന്നത്. അകാല മരണം ഒരു സങ്കടകരമായ കാര്യമാണ്. കുഞ്ഞുങ്ങളുടെ മരണമോ ജീവിത പങ്കാളിയുടെ മരണമോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മരണമോ നേരിടേണ്ടി വരുന്ന ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ വളരെ സങ്കടകരമാണ്. ചിലർക്കൊക്കെ ഇത്തരം മരണം മൂലം വിശ്വാസം തന്നെ തകർന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്. അവർക്ക് ആശ്വാസത്തിന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന ഒരു വചനവും, ഒരുപക്ഷെ നിങ്ങൾ ഈ പ്രയാസത്തിലൂടെ കടന്നുപോയവരാണെങ്കിൽ നിങ്ങളെ സുഖപ്പെടുത്തുന്ന ഒരു വചനവുമാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 7 മുതലുള്ള വചനം. നീതിമാൻ പ്രായമെത്താതെ മരിച്ചാലും വിശ്രാന്തി ആസ്വദിക്കും. വാർദ്ധക്യത്തെ മാനിക്കുന്നത് ഏറെക്കാലം ജീവിച്ചതുകൊണ്ടല്ല. മനുഷ്യർക്ക് വിവേകമാണ് നരച്ച മുടി, കറയറ്റ ജീവിതമാണ് പക്വതയാർന്ന വാർദ്ധക്യം. ദൈവത്തെ പ്രീതിപ്പെടുത്തിയവരുണ്ടായിരുന്നു, അവനെ അവിടുന്ന് സ്നേഹിച്ചു. തിന്മ അവൻ്റെ വിവേകത്തെ മാറ്റിമറിക്കാതെ വഞ്ചന മനസ്സിനെ പ്രലോഭിപ്പിക്കാതെ അവൻ സംഭവിക്കപ്പെട്ടു. തിന്മയുടെ വശീകരണ ശക്തിയിൽ നന്മയ്ക്ക് മങ്ങലേൽക്കുന്നു. ഭ്രമിപ്പിക്കുന്ന മോഹങ്ങൾ നിഷ്കളങ്ക ഹൃദയത്തെ വഴിതെറ്റിക്കുന്നു. ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത കൈവരിച്ചതിനാൽ നീതിമാൻ ദീർഘകാലം പിന്നിട്ടു. കർത്താവിന് പ്രീതികരനാകിയാൽ തിന്മയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് അവനെ വേഗം രക്ഷിച്ചു. ജനതകൾ കണ്ടു, പക്ഷേ ഗ്രഹിച്ചില്ല. തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ദൈവം കൃപയും അനുഗ്രഹവും വർഷിക്കുന്നതും വിശുദ്ധരെ കാത്തു പരിപാലിക്കുന്നവർ മനസ്സിലാക്കിയില്ല. എത്ര മനോഹരമായ ഒരു വചനമാണ് അകാലത്തിൽ മരണമടഞ്ഞവരെക്കുറിച്ച്. തിന്മയുടെ വശീകരണ ശക്തിയിൽ നശിച്ചു പോകുന്നതിന് മുമ്പ് ദൈവം സ്നേഹത്തോടെ ആ വിശുദ്ധരായ മനുഷ്യരെ ഭൂമിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാനുള്ള ത്രാണിയുള്ളൂ എന്നുകൂടി ഈ വചനം സൂചിപ്പിക്കുക. അകാല മരണത്തെക്കുറിച്ച് ദുഃഖിക്കുകയോ വേദനിക്കുകയോ ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 7 മുതൽ 14 വരെ വായിക്കുകയും അങ്ങനെ വേദനിക്കുന്നവർക്ക് ഈ വചനം പങ്കുവെച്ചു കൊടുക്കുകയും ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ.